ജപ്പാനീസിൻ്റെ ഡംപ്ലിങ്സ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. 300 ഗ്രാം മൈദ, 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, അതുപോലെ ചൂടുവെള്ളം, ഉപ്പ് ഇത് കൂട്ടിയിട്ട് നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴയ്ക്കുക. എന്നിട്ട് ഇതുപോലെ പരത്തിയിട്ട് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സർക്കിളായിട്ട് അവിടെ കട്ട് ചെയ്ത് വെക്കുക. ദെൻ അതിലേക്കുള്ള ഫില്ലിങ്സ് ആണ് ചിക്കൻ അരച്ചത് 400 ഗ്രാം, അതിലേക്ക് 200 ഗ്രാം കാബേജ് അല്ലെങ്കിൽ ലെറ്റസ്, ദെൻ 2 വെളുത്തുള്ളി, അര ടീസ്പൂണ് കുരുമുളക് പൊടി, അതുപോലെ 1 ടീസ്പൂണ് വറ്റൽമുളക് പൊടിച്ചത്, ദെൻ 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 കെട്ട് ഉള്ളിത്തണ്ട്, ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് വെക്കുക. ദെൻ നമ്മളുടെ ആ ഒരു കട്ട് ചെയ്ത് വെച്ച ആ സർക്കിൾ സംഭവമില്ലേ മൈദയുടെ, അതൊന്നും കൂടെ ഒന്ന് പരത്തുക. എന്നിട്ട് സൈഡിലൊന്ന് വെള്ളം ഇങ്ങനെ ആക്കുക ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതേ ഷേപ്പിലാണ് മടക്കി എടുക്കേണ്ടത്. അതായത് കോർണറുകൾ ഓപ്പൺ ആയിട്ടുള്ളത് ഇങ്ങനെ കോണാക്കിയിട്ട് വെക്കുക, ഒരു ബട്ടർഫ്ലൈ പോലെ കിട്ടും. പിന്നീട് അതിൻ്റെ ചിറകുകൾ 2 സൈഡിലേക്ക് ഇങ്ങനെ യോജിപ്പിക്കുക, ഒരു സൈഡിൽ ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കുക. ഇത് സിമ്പിളായിട്ടുള്ള ഷേപ്പാണ്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇത് വേറൊരു ഷേപ്പിലും ഞാൻ ഉണ്ടാക്കി വെച്ചതാണ്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കുക. ഒരു പാൻ വെക്കുക, അതിലേക്ക് വളരെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഡംപ്ലിങ്സ് അതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡ്, അതായത് ഒരു 2-3 സെക്കൻഡ്സ് വെച്ച് കൊടുക്കുക. അപ്പോൾ തന്നെ അതിൻ്റെ സൈഡിൽ ഒന്നിങ്ങനെ ഒരു ബ്രൗൺ കളറാവും. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുക, നന്നായിട്ട് കവർ ചെയ്തിട്ട് മൂടി വയ്ക്കുക. 7 മിനിറ്റാണ് മൂടി വയ്ക്കേണ്ടത്. 2 ടേബിൾ സ്പൂൺ ഹോം മെയ്ഡ് ചില്ലി ഓയിൽ, സോയാ സോസ് 2 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ വിനെഗർ, 1/2 ടീസ്പൂൺ ഷുഗർ, ഇത്രയും ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് ഗാർലിക്കും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ അതിനുള്ള സോസ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ മേലെ വെളുത്ത എള്ളും സ്പ്രിംഗ് ഓനിയനും ഇട്ടിട്ട് നമ്മളൊന്നും ഗാർണിഷ് ചെയ്യും. റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്.